ഹായ് ഡിയർ സ്റ്റുഡൻസ്, പുതിയ ഒരു ക്ലാസ് അല്ലേ, അല്ലെങ്കിൽ പുതിയൊരു അന്തരീക്ഷം ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് നേരിട്ട് വന്ന് ക്ലാസ് എടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇത് തന്നെ നമുക്കുള്ളത് ഭാഗ്യം അല്ലേ, നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി എക്കണോമിക്സ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എക്കണോമിക്സിൽ നമുക്കറിയാം രണ്ട് പാർട്ടായിട്ടാണ് എക്കണോമിക്സ് ഉള്ളത്. രണ്ട് പാർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് ഇന്ത്യൻ ഇക്കണോമിയാണ്, സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഇക്കണോമിയിൽ തന്നെ നമുക്കൊരു 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു 9 ചാപ്റ്റേഴ്സ്, മൊത്തം 19 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുതലുണ്ടെന്ന് കരുതിയിട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം സിമ്പിളാണ്. അപ്പോൾ ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന ഭാഗത്തുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇന്ത്യൻ ഇക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തേതായിട്ട് വരുന്നത് ഇന്ത്യൻ ഇക്കണോമി 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യൻ ഇക്കണോമി എന്താണ്, അതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്ററിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതായത് 1991 ശേഷമുള്ള ഇന്ത്യ എന്താണ്. ദെൻ പോവേർട്ടി അല്ലേ, ദാരിദ്ര്യത്തെക്കുറിച്ചിട്ട് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ചാപ്റ്ററായിട്ട് വരുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള ഭാഗമാണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് 6th ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്, അതായത് ഗ്രാമീണ വികസനം. ദെൻ 7th ചാപ്റ്ററായിട്ട് വരുന്നത് എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് തൊഴിലിനെ കുറിച്ചിട്ടും വളർച്ചയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നൊരു പാഠമാണ്. ദെൻ 8th ചാപ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചിട്ടാണ്. 9th ചാപ്റ്റർ വരുന്നത് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്നുള്ള ഭാഗമാണ് വരുന്നത്. ദെൻ 10th ചാപ്റ്ററായിട്ട് വരുന്നത് കമ്പാരറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ഡിഫറെൻറ്റ് നേഷൻസ്, അയൽ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ നൈബേഴ്സ്, ഇന്ത്യയും അയൽ രാജ്യങ്ങളും എന്നുള്ള ഒരു ചാപ്റ്ററാണ് ഇതിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന ഭാഗത്തുള്ള ചാപ്റ്റേഴ്സ്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു 9 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിനൊരു മുഖം എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്ററായിട്ട് വരുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ, ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, പിന്നെ വരുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, മീൻ മീഡിയൻ മോഡ് എന്നൊക്കെ പറയുന്ന ഭാഗം. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും, അരിതമെറ്റിക് മീൻ, സമാന്തര മാധ്യം, മാധ്യകം, ബഹുലകം എന്നൊക്കെ പറയുന്ന ഭാഗം. ദെൻ അത് കഴിഞ്ഞ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വരുന്നുണ്ട്. പിന്നെയാണ് വരുന്നത് നമ്മുടെ കോറിലേഷൻ, ഇൻഡെക്സ് നമ്പർ, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ്. ലാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപയോഗ രീതികൾ, ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നുള്ള എന്നുള്ള ഒരു ചാപ്റ്ററും കൂടി. ഇതൊക്കെയാണ് നമുക്ക് മൊത്തം പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് ഇന്ത്യൻ ഇക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിൽ ഇന്ത്യൻ ഇക്കണോമി എന്തായിരുന്നു, ഇൻഡിപെൻഡൻസ് അതായത് സ്വതന്ത്രകാലത്തെ ഇന്ത്യ എന്തായിരുന്നു. അപ്പോൾ നമ്മൾ സ്വതന്ത്രകാലത്ത് എന്ന് പറയുമ്പോൾ 1947 അതിന് മുമ്പുള്ള ഇന്ത്യ എന്തായിരുന്നു, ആ അവസരങ്ങളിൽ അല്ലെങ്കിൽ 1947 മുതൽ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്തായിരുന്നു. ഇപ്പം നമുക്കറിയാം, മുമ്പേ ആസ് വി ലേൺ ഇന്ത്യൻ ഇക്കണോമി വാസ് റൂൾഡ് ബൈ ബ്രിട്ടീഷ് എംപയർ അല്ലേ, ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ഒരുപാട് കാലം ഭരിച്ചിരുന്നത്. അപ്പം നമുക്കറിയാം ഏകദേശം അവർ വന്നിട്ട് തന്നെ 1600 ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 300 കാലം ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ വന്ന് കച്ചവടം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നതാണ് ആര്, ബ്രിട്ടീഷുകാർ. പക്ഷേ അത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തോടു കൂടിയിട്ട് അവരിവിടെ കമ്പനി സ്ഥാപിക്കുകയും പിന്നെ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഉണ്ടായത്, കച്ചവടം എന്നുള്ള ലക്ഷ്യത്തിലുപരി ഇവിടെ ഭരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കും കൂടി അവർ നീങ്ങുകയാണ്, ആര്, ബ്രിട്ടീഷുകാർ. അങ്ങനെ ബ്രിട്ടീഷുകാർ നീങ്ങിയപ്പോഴെന്താ സംഭവിച്ചതെന്ന് 1957 ശേഷം പിന്നീട് അങ്ങോട്ട് 1947 വരെ അവരുടെ കീഴിലുള്ള ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് അവരിവിടെ
മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 200 കൊല്ലത്തോളം വളരെയധികം ഭരിച്ച് ഇവിടെ എന്താ പറയുക ചൂഷണം ചെയ്തു പോയ ഒരു രാജ്യം കൂടിയിട്ടാണ് ഇത് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്തെ ഇന്ത്യയുടെ എന്തായിരുന്നു, ആ കാലത്ത് ഇന്ത്യയിലുള്ള അവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ആസ് വി നോ ദാറ്റ് there is a low level of economic development. There is a low level of economic development. Low level of economic development. അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വളരെയധികം മോശമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പ്, അതായത് ബിഫോർ ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യ ഡെവലപ്ഡ്, ഇന്ത്യ വാസ് വെരി ഡെവലപ്ഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഇക്കണോമി വാസ് വെരി ഡെവലപ്ഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ബിഫോർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിന് മുമ്പ് ഇന്ത്യ സ്വയം പര്യാപ്തമായിട്ടുള്ള, അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിതം ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള പ്രത്യേകതയാണ് പറയുന്നത്. ബ്രിട്ടീഷ് റൂളിന് മുമ്പ് എന്തായിരുന്നു എന്ന് പറഞ്ഞത്? ദേ ആർ സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് വെരി ഡെവലപ്ഡ് നേഷൻ. ദെൻ അറ്റ് ദാറ്റ് ടൈം ദ മേജർ ഓക്യുപ്പേഷൻ ഈസ് അഗ്രികൾച്ചർ. ആ സമയത്ത് ഇന്ത്യയിലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ, കൃഷി ആയിരുന്നു. ഇന്ത്യ ഈസ് എൻ അഗ്രേറിയൻ ഇക്കണോമി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇന്ത്യയുടെ എന്താണ് ആ സമയത്തുള്ളത് എന്താ പറഞ്ഞത്? ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ആയിരുന്നു ആ സമയത്ത് അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇക്കണോമിക് ആക്ടിവിറ്റി അതായിരുന്നു. അതുപോലെ തന്നെ അറ്റ് ദാറ്റ് ടൈം സിൽക്ക്, പരുത്തി തുണികൾ, അതുപോലെ തന്നെ സിൽക്കിന്, പിന്നെ ലോഹങ്ങൾ, പ്രഷ്യസ് മെറ്റൽസ്, ഇതിനൊക്കെ വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ വളരെയധികം കച്ചവടം ചെയ്തിട്ട് ഇന്ത്യ വളരെ പുരോഗതി നേടിയിരുന്ന ഒരു സമയമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതായത് ബ്രിട്ടീഷുകാരെ ആകർഷിച്ചതും എന്ത് തന്നെയാണ്? ഇന്ത്യയുടെ വെൽത്ത് തന്നെയായിരുന്നു. ഇന്ത്യ ഈസ് വെരി റിച്ച് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്നത് വളരെ റിച്ചാണ്. ആ റിച്ച് ആകുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്തിട്ടാണ് ഒരുപാട് രാജ്യങ്ങൾ ഇവിടേക്ക് കച്ചവടം ലക്ഷ്യമാക്കി വന്നത് അല്ലേ. ആദ്യകാലത്തിൽ നമുക്കറിയാം ഫസ്റ്റ് വന്നത് പോർച്ചുഗീസുകാരല്ലേ. പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ, ഇവർ ഇങ്ങനെ ഫ്രഞ്ച്, ഇവരൊക്കെ വന്ന് അവസാനം നമ്മുടെ ബ്രിട്ടീഷ് എംപയർ ഇവിടെ ആധിപത്യം, മറ്റവരൊക്കെ കച്ചവടം ലക്ഷ്യമാക്കി വന്നതാണെങ്കിൽ ഇവരിവിടെ ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് ഇവിടെ ഭരിക്കുകയും ചെയ്തിട്ട് പോയ ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമുക്കറിയാം, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഈ കാശ്മീർ ഷോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ്, ഇന്ത്യൻ പ്രോഡക്ട്സ് ഹാവ് എ ഹൈ ഡിമാൻഡ് വേൾഡ് വൈഡ്. അതായത് ലോകത്തിൽ തന്നെ വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ് ഇങ്ങനെയുള്ള ഇന്ത്യയുടെ പ്രോഡക്ട്സ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഒക്കെ വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആ സമയം. ഇനി ബ്രിട്ടീഷേഴ്സ് ഹാവ് ടു ഒബ്ജക്റ്റീവ്സ്, രണ്ട് ഒബ്ജക്റ്റീവ്സ്, ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. രണ്ട് ഒബ്ജക്റ്റീവ്സാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് വാണ്ട്സ് ഇന്ത്യ ആസ് എ മിയർ എന്താ പറയുക സോഴ്സ് ഓഫ് ഇൻ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനുള്ള ഒരു ഉറവിടമായിട്ട് ഇന്ത്യയെ അവർ മാറ്റി. അവരുടെ അസംസ്കൃത വസ്തുക്കൾ, ബ്രിട്ടീഷ് പ്രോഡക്ട്സ്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനുള്ള ഒരു സോഴ്സായിട്ട് അവർ ഇന്ത്യയെ കണ്ടു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ടു മേക്ക് ഇന്ത്യ അല്ലെങ്കിൽ ടു മേക്ക് ഇൻ ടു ഇന്ത്യ ആസ് എ ബ്രിട്ടീഷ് ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റാക്കിയിട്ട് അവർക്ക് മാറ്റണം. ടു മേക്ക് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യയെ മാറ്റുക. അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കാനുള്ള ഒരു ഉറവിടമായിട്ട് ഇന്ത്യയെ മാറ്റുക. അതായത് അവിടേക്ക് കോട്ടൺ തുണികൾ ഉണ്ടാക്കണം, ഇവിടുന്ന് റോ കോട്ടൺ കൊണ്ടുപോവുക. അതുപോലെ തന്നെ സിൽക്കാണെങ്കിൽ ഇവിടുന്ന് പട്ടുനൂല് നൂല് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അസംസ്കൃത വസ്തുക്കൾ, ഏതാണോ വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് അതിന് വേണ്ട ഐറ്റംസ് ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോവുകയും
അവർ എന്നിട്ട് അവിടെ മെഷീനിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഇവിടേക്ക് ഇറക്കുമതിയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതാണ്, ഇന്ത്യയെ എന്താക്കി മാറ്റണം, എസ് എ മിയർ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആൻഡ് മറ്റുള്ളത് എന്തായിരുന്നു, മേക്ക് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സിന് വേണ്ട റോ മെറ്റീരിയൽസിൻ്റെ ഒരു ഉറവിടമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ദീസ് ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് വേർ ഹെൽപ്ഫുൾ ഫോർ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്. ബ്രിട്ടീഷേഴ്സിന് മാത്രമാണ് അത് ഈ ഇൻട്രസ്റ്റുകൾ ഹെൽപ്ഫുൾ ആയുള്ള, ഇന്ത്യക്ക് അത് വളരെ തിരിച്ചടി ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇറ്റ് ഈസ് അഡ്വേഴ്സ്ലി എഫക്റ്റ് ഇന്ത്യൻ ഇക്കണോമി അത് വളരെ ഹാനികരമായിട്ടത് ബാധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഡിസ്ട്രോയിഡ് ദ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ്. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ, കൈത്തറി പ്രോഡക്ട്സ്, ഇതിനെയൊക്കെ പാടെ നശിപ്പിക്കുകയാണ് ഈ ഒബ്ജക്റ്റീവ്സ് കൊണ്ടുണ്ടായത് അല്ലേ. ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കയറ്റുമതി ഒക്കെ ചെയ്തു. ഇവിടെ ഉണ്ടാക്കാനുള്ള, അതായത് വസ്തു നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്ത് വെച്ച് ഉൽപ്പാദിപ്പിക്കും അല്ലേ, ക്വസ്റ്റ്യൻ മാർക്കായി. അപ്പോൾ എന്താ, ഇവിടെ അധികം ഉൽപ്പാദിപ്പിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ വ്യവസായങ്ങൾ പാടെ നശിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ ഇറ്റ് ലോസ് സോ മെനി ലിവ്ലിഹുഡ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ. ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെടുകയാണ്. ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു, ലിവ്ലിഹുഡ് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മാറി. പിന്നെ ഇറ്റ് ലീഡ്സ് ടു സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കണോമിയെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കണോമി ഒരു സ്തംഭനാവസ്ഥയിലേക്ക് മാറി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു നിശ്ചലാവസ്ഥ. പിന്നെ ദർ ഇസ് നോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇന്ത്യസ് GDP. ഇന്ത്യയുടെ GDPയിൽ യാതൊരുവിധ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മേൽഗതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടായിട്ടുണ്ട്, ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ ഒരു നയങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആ സമയത്ത്. അതുപോലെ തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനോ ഇതിനൊന്നും അവർ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തികളാണ് നമ്മുടെ ദാദാഭായ് നവറോജിനെ കേട്ടിട്ടില്ലേ? ദാദാഭായ് നവറോജി ഇറ്റ്സ് എ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അല്ലേ. നമുക്കറിയാം, അദ്ദേഹമാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആ ദാദാഭായ് നവറോജിയാണ് പറഞ്ഞത് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അല്ലേ, അതായത് ഡ്രെയിൻ തിയറി എന്ന് ഷോർട്ട് ഫോമിൽ പറയും, ചോർച്ചാ സിദ്ധാന്തം അല്ലേ. ബ്രിട്ടീഷുകാർ നമ്മളെ കൊള്ളയടിക്കുകയാണ്, നമ്മുടെ സമ്പത്ത് ഇവിടെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരിലേക്ക് ചോർത്തി കൊണ്ടുപോവുകയാണ് എന്ന സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ദെൻ ഫിൻലെ ഷിറാസ്, VK RV റാവു. ഇതിൽ ഏറ്റവും ഫേമസ് കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യൻ ഇക്കണോമി ഈസ് VK RV റാവു. VK RV റാവുവിൻ്റെ കാൽക്കുലേഷൻ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യസ് GDP വാസ് ബിലോ 2% അറ്റ് ദാറ്റ് ടൈം. 2% താഴെയായിരുന്നു ഇന്ത്യയുടെ GDP അക്കാലത്ത്. അത്രയും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് ഇന്ത്യൻ ഇക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കടന്നു പോയിട്ടുള്ളത്. ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് അറ്റ് ദാറ്റ് ടൈം ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്, നമ്മൾ ഇനി ഓരോരോ മേഖലകൾ നമ്മൾ ചർച്ച ചെയ്യണം. എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഓരോരോ മേഖല. ഫസ്റ്റ് വൺ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചറൽ സെക്ടർ എങ്ങനെയാണെന്നോ. അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്താണ് ഉണ്ടായത് നോക്കാം. അഗ്രികൾച്ചറൽ സെക്ടറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഇക്കണോമി ഈസ് എ അഗ്രേറിയൻ ഇക്കണോമി. ഇന്ത്യൻ ഇക്കണോമി എന്നറിയപ്പെടുന്നത് എന്താണ്? അഗ്രേറിയൻ ഇക്കണോമി എന്നാണ്. അതായത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അല്ലേ, അബൌട്ട് 85% ഓഫ് ദി പീപ്പിൾ ആർ ഡിപ്പെൻഡിങ് ഓൺ, അല്ലെങ്കിൽ 85% ഓഫ് ദി പീപ്പിൾ വർ ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ, ഇൻഡയറക്റ്റ് ആയിട്ടോ കൃഷിയെയാണ് അന്നത്തെ ആളുകൾ എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവർ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇക്കണോമീസ് അഗ്രേറിയൻ ഇക്കണോമി എന്ന് നമ്മളന്ന് പറഞ്ഞത്. അപ്പോൾ
നമുക്കറിയാം ഇന്ത്യൻ ഇക്കണോമി അത്രയും വളരെ ഫേമസ് ആയിരുന്നു ആ കാലത്ത് ഇന്ത്യൻ ഇക്കണോമിയുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ദേവർ ലീഡ്സ് ടു ദി സ്റ്റാഗ്നന്റ് ഇക്കണോമി. സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചറാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ കൃഷിയിലെ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ, എങ്ങനെയാണ് ഈ സ്റ്റാഗ്നേഷൻ സംഭവിച്ചത്? സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ, ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്റ്റാഗ്നേഷൻ ആയിരുന്നു. സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റാഗ്നേഷൻ സംഭവിച്ചത്? ഈ സ്റ്റാഗ്നേഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പോളിസീസ് വേർ ലീഡ്സ് ടു ദി സ്റ്റാഗ്നന്റ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ബ്രിട്ടീഷുകാരുടെ നയങ്ങളാണ് പ്രധാനമായിട്ടും ഇറ്റ്സ് ദ റീസൺ ഫോർ ദി സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കണോമി. ബ്രിട്ടീഷുകാർ അനുവർത്തിച്ചു പോന്നിട്ടുള്ള നയങ്ങൾ വളരെയധികം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെ സ്തംഭനാവസ്ഥയിൽ ആക്കി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കർഷകരെ കടക്കണികൾ ഇൻഡെപ്റ്റ്നെസ് അല്ലേ, അവർ കടത്തിൽ വീഴ്ത്തുകയും അതുപോലെ തന്നെ അവരെ ബുദ്ധിമുട്ടിലാക്കുകയും തൊഴിലാളികളുടെ എണ്ണം ഇതെല്ലാം വർദ്ധിക്കുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയൊക്കെ അക്കാലത്ത് ചെയ്തിരുന്നു. ഇതെല്ലാം ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ സ്റ്റാഗ്നേഷന് കാരണമായിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാലത്തുണ്ടായിരുന്ന പ്രത്യേകതയാണ് പോഷകാഹാരക്കുറവ്, മാൽന്യൂട്രീഷൻ, എന്താ പറയുക ന്യൂട്രീഷൻ്റെ കുറവ്, ന്യൂട്രീഷ്യസ് ഫുഡ് ലഭിക്കാത്തതിൻ്റെ കുറവ്, അതുപോലെ തന്നെ ക്ഷാമം, ഫ്ലഡ് അല്ലേ, ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ഷാമം, പകർച്ചവ്യാധികൾ, ഇതെല്ലാം വളരെയധികം സഹിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. പിന്നെ കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുക, ഇതായിരുന്നു മെയിൻ അജണ്ട. എന്ത്? കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുക. അതിന് മാത്രം വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരുപാട് നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ നികുതി കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കണം എന്നതിന് വേണ്ടിയിട്ട്. നികുതി പിരികൂടുന്നു, അതായത് നികുതി പിരിക്കുന്നത് ടാക്സ് കൂടും തോറും ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് ടാക്സ് അവിടെ കൂടുന്നുണ്ട്, പക്ഷേ സാധനങ്ങൾക്ക് യാതൊരുവിധ വില കിട്ടുന്നില്ല. വില കിട്ടുന്നുണ്ട് എങ്കിലാണ് കർഷകർക്ക് എന്തുള്ളൂ, ഒരു സഹായം ആവുകയുള്ളൂ. പക്ഷേ കർഷകർക്ക് സഹായമാകാനുള്ള വില അവിടെ ലഭിക്കുന്നില്ല. പിന്നെ കർഷകരുടെ കയ്യിൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. കർഷകരുടെ കയ്യിൽ പാട്ടം കൊടുക്കാൻ അല്ലെങ്കിൽ നികുതി കൊടുക്കാനുള്ള വരുമാനം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നർത്ഥം. ഇനി സ്റ്റാഗ്നേഷൻ ഓഫ് ദി ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ഒരു 6 കാരണങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് അക്കാലത്തുണ്ടായ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാഗ്നൻ്റ് ആവാനുള്ള ഒരു 6 കാരണങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ്. അതായത് എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ഫസ്റ്റ് കാരണം പറയുന്നത് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അതായത് ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലാൻഡ് സെറ്റിൽമെൻറ്റ്, ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ ജമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നു അക്കാലത്ത്. ഈ ജമീന്ദാർമാരാണ് നികുതി പിരിച്ചെടുക്കുക. നികുതി പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമീന്ദാർമാരുടെ, അതായത് ജന്മിമാർക്കാണ് നികുതി കൊടുക്കേണ്ടത്. ആർക്ക്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് നികുതി കൊടുക്കേണ്ടത് ജന്മിയാണ്. ഇൻ കേസ് they did not pay tax to the government, they will lose their land. In case അവർ കൊടുത്തില്ല എങ്കിലോ, അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്തിട്ടില്ല എങ്കിൽ they will lose their land, അവർക്ക് അവരുടെ ഭൂമി നഷ്ടമാകും. അപ്പോൾ അവരെന്ത് ചെയ്യും? ബ്രിട്ടീഷിന് കരം കൊടുക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക, നികുതി കൊടുക്കും. ഇങ്ങനെ നികുതി കൊടുക്കുന്നുണ്ടെങ്കിലും ജന്മി ശരിക്കും പിരിക്കുന്നത് അല്ലെങ്കിൽ നികുതി എടുക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? കർഷകരുടെ കയ്യിൽ നിന്നാണ്. ജന്മിയുടെ ഭൂമിയിലാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൃഷിക്ക് ഇത്ര പാട്ടം എന്ന കണക്കിന് ആർക്ക്? ജന്മിക്ക് കൊടുക്കണം. അപ്പോൾ ജന്മി അത് കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും പിന്നീട് അത് ആർക്ക് കൊടുക്കുകയും ചെയ്യുന്നു? ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും. ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആണ് ഈ സ്റ്റാഗ്നേഷന് കാരണമായത്, ഇന്ത്യൻ അഗ്രികൾച്ചർ താഴാനുള്ള കാരണം ആയത് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് കാര്യം പറയുന്നത് മോശമായിട്ടുള്ള സാങ്കേതികത, അതായത് ലോ ലെവൽ ഓഫ് ടെക്നോളജി. ലോ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ലോ ലെവൽ ഓഫ് ടെക്നോളജി. ലോ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ
അന്നത്തെ കൃഷി ചെയ്യുന്ന രീതി, കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി വളരെ പഴഞ്ചനായിരുന്നു. അതായത് പുതിയ വളപ്രയോഗം, അതുപോലെ തന്നെ വിത്തിടുന്നത്, ഇതൊന്നും സാധാ രീതിയിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തൊന്നും ആയിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അതിന് വേണ്ടത്ര ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് വേണ്ടത്ര രീതിയിലുള്ള പഴഞ്ചൻ രീതികളിലൂടെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ഇതും നമ്മുടെ കാർഷിക മേഖലയെ സ്തംഭനാവസ്ഥയിലാക്കി, അല്ലെങ്കിൽ ഉൽപ്പാദനം കുറയുന്നതിന് കാരണം ആയി എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തേത് പറഞ്ഞതാണ് ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം. അതായത് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ, നല്ല വിത്ത് നമ്മൾ വിള ഇറക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് നെല്ലാണ് ഇപ്പോൾ നല്ല ഒരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് നമ്മൾ വിതച്ച് കഴിഞ്ഞ് അതിന് നല്ല വെള്ളം വേണം. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ അഭാവം ഉണ്ട് എങ്കിൽ, അതായത് വാട്ടർ സപ്ലൈ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ കൃഷി നശിച്ചു പോകാം. അപ്പോൾ നല്ല ചൂടുള്ള സമയത്താണ്, അല്ലെങ്കിൽ മഴ കുറയുന്ന സമയത്ത് നമ്മൾ നല്ല വെള്ളം കൊടുത്താലാണ് അത് അവിടെ ഉണ്ടാവുള്ളൂ, ഏത് കൃഷി അവിടെ നല്ല രീതിയിൽ പോകുമല്ലോ. പക്ഷെ ഇവിടെ ആ ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം ഉള്ളത് കൊണ്ട് കൃഷിയൊക്കെ നശിച്ചു പോവുകയും അതിൻ്റെ ഫലമായിട്ട് സ്റ്റാഗ്നേഷൻ അനുഭവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് ഇപ്പോൾ അഴുക്കുചാൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം, അതുപോലെ തന്നെ വേണ്ടത്ര ബണ്ട് കെട്ടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കൃഷിക്ക് വേണ്ടി. അതൊന്നും ചെയ്യാതെ പ്രോപ്പറായിട്ട് ജലസേചന സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടില്ല എങ്കിൽ കൃഷി നശിച്ചു പോകും. അങ്ങനെയും ഒരു സ്റ്റാഗ്നേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്താണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത്? കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. അതായത് മുമ്പ് കൃഷി ചെയ്തിരുന്ന, നമ്മൾ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നിടത്ത് ക്യാഷ് ക്രോപ്സ്, ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്നിടത്ത് ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യുന്നതിനെയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നാണ്യവിളകളായിട്ടുള്ള ഇപ്പോൾ ഇൻഡിഗോ, നീലം, നമ്മൾ ഫുഡ് ക്രോപ്സ് ആയിട്ടുള്ള ഗോതമ്പ്, അരിയൊക്കെ കൃഷി ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് കൃഷി ചെയ്യാം? ഇപ്പോൾ ഇൻഡിഗോ അല്ലെങ്കിൽ നമ്മൾ റബ്ബർ തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കച്ചവട ലക്ഷ്യത്തോടു കൂടി വാണിജ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്തതോട് കൂടിയിട്ട് ഒരുപാട് കൃഷി അങ്ങനെയും നശിച്ച് പോയിട്ടുണ്ട്. പിന്നെ 1947 ഇന്ത്യ വിഭജനം, അതായത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947. 1947 പാർട്ടീഷനിൽ എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ പോയില്ലേ, അതായത് 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയപ്പോൾ ഇന്ത്യ സ്പ്ലിറ്റായി. ആ സമയത്ത് സ്പ്ലിറ്റ് ആകുമ്പോൾ പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്നത് 2 രാജ്യങ്ങളായിട്ട് മാറി. അപ്പോൾ ഈ പാകിസ്ഥാനിൽ ഇവിടെ വളക്കൂറുള്ള അല്ലെങ്കിൽ ഫലപുഷ്ടിയുള്ള മണ്ണുകളെല്ലാം എവിടെ പെട്ടു? പാകിസ്ഥാനിൽ പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കൃഷി മോശമാകുന്നതിന് ഒരുപാട് സ്ഥലങ്ങൾ വേണ്ട. പഞ്ചാബ് പോലുള്ള നല്ല ഫെർട്ടൈലായിട്ടുള്ള ലാൻഡൊക്കെ പാകിസ്ഥാനിലും പെട്ടു, ബാക്കിയുള്ളവ ഇന്ത്യയിലും പെട്ടു. ഇതും ഇന്ത്യയുടെ സ്റ്റാഗ്നേഷൻ ഒരു കാരണമായിട്ടുണ്ട്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് അല്ല റെസ്പോൺസിബിൾ ഫോർ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സ്റ്റാഗ്നൻ്റ് ആവാനുള്ള കാരണം ഇതാണ്. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത്. അപ്പോൾ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കാറുണ്ട്. 2-3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതാണ് സ്റ്റാഗ്നേഷൻ, ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ, സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നുള്ള ഭാഗം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ്